അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ലോകത്താകമാനമുള്ള സംഗീതത്തെ നമുക്ക് രണ്ടായിട്ട് തിരഞ്ഞിരിക്കാം. ഒന്ന് ഫോക്ക് മ്യൂസിക്, രണ്ട് ആർട്ട് മ്യൂസിക്. ഫോക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്താ? നാടൻ പാട്ടുകളാണ്. നാടൻ പാട്ടുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നാടൻ പാട്ടിൻ്റെ പ്രത്യേകത എന്താ? ഇതിന് ഒരു രചയിതാവ് ആരാന്നറിയില്ല, ഇത് സംഗീതം കൊടുത്തത് ആരാന്നറിയില്ല. കൂണ് മുളച്ചു വരുന്നത് പോലെ. ഈ കൂണ് മുളയ്ക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല, ആരും കാണുകയല്ല. ഒരു മഴ പെയ്തു, നമ്മൾ പിറ്റേ ദിവസം ഇപ്പോൾ നമ്മൾ പറമ്പിൽ ഇത് എങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ എപ്പോൾ മുളച്ചു, എങ്ങനെ മുളച്ചു എന്നറിയാൻ പാടില്ല. അത് ഭൂമിയിൽ നിന്ന് വരുന്നത് പോലെ ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ എക്സ്പ്രഷനാണ് ഫോക്ക് മ്യൂസിക് എന്ന് പറയുന്നത്. ആ പാട്ട് കേട്ടാൽ അറിയാം ആ നാട്ടിലെ ആ ജനങ്ങളുടെ ജീവിത ശൈലി എന്താണെന്നുള്ളത്. ഇപ്പോൾ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ ആരെ എഴുതിയെന്നൊരു പിടിയില്ല, ഈ സംഗീതം കൊടുത്തത് ആരാന്ന് അറിയില്ല. പക്ഷേ ഇത് ഉണ്ടായി വന്നത് അങ്ങ് കിഴക്കൻ പടിഞ്ഞാറുന്നാണ്. അങ്ങ് കായലോര മേഖലകളിൽ ഉപയോഗിച്ചിരുന്നതായ നാടൻ പാട്ടിൻ്റെ ഒന്നാണ് കുട്ടനാടൻ പുഞ്ചയിലെ എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് കിഴക്കോട്ട് പോകുമ്പോൾ നമുക്ക് പല പല പാട്ടുകളുണ്ട്. ഇവിടെ കുട്ടനാടൻ ഭാഗത്ത് വേറെയുണ്ട്, എന്താ, കൊയ്യുമ്പോഴുള്ള പാട്ടുണ്ട്, കൊയ്ത്ത് പാട്ടുണ്ട്. ഇങ്ങോട്ട് പോയാൽ കിഴക്കോട്ട് പോയാൽ കിളയ്ക്കുമ്പോഴുള്ള പാട്ടുണ്ട്, ഈ ലോറിയെ തടി കയറ്റുമ്പോഴുണ്ട്. ലസ അതിങ്ങനെ ആ താളം വന്നെങ്കിലേ ഒരുമിച്ച് പിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ഫോക്കിന് പ്രത്യേകമായിരിക്കുന്നതായ ഒരു രചയിതാവോ സംഗീത ശാസ്ത്രജ്ഞനോ അതിനകത്തില്ല. പക്ഷേ ഒരു സമൂഹത്തെ മനസ്സിലാക്കണമെങ്കിൽ വിദേശത്താണെങ്കിലും ഏത് സമൂഹത്തിൽ പോയാലും ആ സമൂഹത്തിൻ്റെ ജീവിതശൈലി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ ഫോക്ക് മ്യൂസിക് നോക്കിയാൽ മതി. പ്രത്യേകമായിരിക്കുന്ന ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതായിരിക്കുകയല്ല അത്, പക്ഷേ ജനങ്ങളുടെ വികാരമായിരിക്കും ഫോക്ക്. രണ്ടാമത്തേതാണ് ആർട്ട് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയതായ സംഗീതം. ഭാരതത്തിൽ നമുക്ക് കേരളത്തിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആ ഒരു സംഗീതശാസ്ത്രം ഇതാകാൻ പോകുക ഏകദേശം ഒരു 18ാം നൂറ്റാണ്ടിലാണ്. വെസ്റ്റേൺ മ്യൂസിക് ഏകദേശം ആഫ്റ്റർ റിഫോർമേഷനാണ് കൂടുതൽ ശാസ്ത്രീയമാകാനായിട്ട്, മിഡിൽ സെഞ്ചുറീസിലാണ്. അപ്പോൾ ഈ രണ്ട് കൾച്ചറും സംഗീതത്തിൻ്റെ കൾച്ചറും നോക്കുമ്പോൾ ഇസ്രായേൽക്കാരുടെ സംഗീതം ആർട്ട് കൾച്ചറിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസ്കാരം വളരുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽക്കാർ 10 കിലോമീറ്റർ മുമ്പേ ഓടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇന്നത്തെ ക്രൈസ്തവ സഭയുടെ ആരാധനയിൽ നാം കാണുന്നതായ ശൈലി എന്ന് പറയുന്നത് സിനഗോഗ് വർഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. സിനഗോഗിലെ ആരാധനയുടെ ശൈലിയാണ് ഇന്നും ഉപയോഗിക്കുന്നത്. അതെന്താ ആരാധന ശൈലി? 2 തരത്തിലുള്ളത്. ഒന്ന് ആൻറ്റിഫോണൽ ആൻഡ് റെസ്പോൺസേറിയൽ. എന്താണ് ആൻറ്റിഫോണൽ എന്ന് പറഞ്ഞാൽ? ഫോൺ എന്ന് പറഞ്ഞ ശബ്ദം നമുക്കറിയാം. ഈ ഇവിടെ പാടുന്ന ശബ്ദത്തിന് കൗണ്ടറായിട്ട് മറ്റൊരു ഗ്രൂപ്പ് പാടുന്നു. ഇവിടെ അൻപുടയോനെ പാടുമ്പോൾ അപ്പുറത്ത് അലിപൂർ ചുറ്റിച്ചടിയാരെ മറ്റൊരു പാടി. ഇവിടെ മെയിൽ ഭാഗം പാടി കഴിയുമ്പോൾ ഫീമെയിൽ അപ്പുറത്ത് നെക്സ്റ്റ് ചാൻസ് പാടി. ഇങ്ങനെ മാറി മാറി നിരകൾ മാറി പാടുന്ന രീതിക്കാണ് എന്തെന്ന് പറയുന്നത് ആൻറ്റിഫോണൽ മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ റെസ്പോൺസേറിയൽ എന്ന് പറയുന്നത് പ്രതിവാക്യ രീതി, പ്രതിവാക്യം. ഇപ്പോൾ ഹോശോ കുലസുബാൻ ലെവൽമീൻ ആമീൻ, ദൈവമേ നീ പരിശുദ്ധനാകുന്ന റെസ്പോൺസായിട്ട് ബലവാനെ. ആ റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ചെല്ലാൻ പറ്റുള്ളൂ. അതിന് ഉദാഹരണം 136 സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ എന്നവിടെ കാൻഡർ അല്ലെങ്കിൽ വായിക്കുന്നയാൾ പറയുമ്പോൾ, കോറൂയോ വായിക്കുന്നയാൾ പറയുമ്പോൾ ഇവിടെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ചെങ്കടൽ കടത്തിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മരുഭൂമി നടത്തിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മന്ന തന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആ അവൻ്റെ ദയ എന്നേക്കുമുള്ളതാണ് റെസ്പോൺസേറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ മുന്നിൽ നിന്നൊരാൾ പറയുമ്പോൾ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം, റെസ്പോൺസ് കുറിയലൈസോ. അപ്പം ഈ മെത്തഡോളജി വന്നത് ഇവരിൽ നിന്നാണ്, ഇസ്രായേൽക്കാരുടെ ആരാധന രീതിയിൽ നിന്നാണ് ഈ ഇന്ന് നാം കാണുന്നതായ ഈ 2 മെത്തേഡും വന്നത് എന്നുള്ളത് പറയുമ്പോൾ നിശ്ചയമായിട്ടും
അതൊരു നല്ല ഒരു പിന്നെ പിന്തുടർച്ചയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവിൻ്റെ കാലത്തും ഇത് തന്നെയാണ് നടന്നത്. യേശുദമ്പുരാൻ സിനഗോഗിൽ പോയിരുന്നു. കർത്താവ് പാട്ട് പാടിയിട്ടുണ്ടോ? കർത്താവ് പാട്ട് പാടി എന്ന് വേദപുസ്തകത്തിലുണ്ടോ? വിശുദ്ധ മത്തായി 26:30 എന്താ പറയുന്നത്? കർത്താവിൻ്റെ ലാസ്റ്റ് സപ്പറിൻ്റെ സമയത്ത് അപ്പം മുറുക്കി കൊടുത്തു, വീഞ്ഞു കൊടുത്തു, തൻ്റെ ശരീരവും രക്തവും കൊടുത്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അതിനുശേഷം സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി. സ്തോത്രം പാടി എന്ന് പറയുന്നത് ഒരു സ്തോത്രഗാനമായിരിക്കാം, സങ്കീർത്തനങ്ങൾ ഏതെങ്കിലും ആയിരിക്കും. അതന്ന് സുശേഷകന്മാരെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. കർത്താവ് ശിഷ്യന്മാർ ഒരുമിച്ച് നിന്ന് പാടിയ ചരിത്രമാണ് അവിടെ പാടുന്നത്. അവിടെ ഹ്യൂമൻ വോയിസാണ്. എന്താണ്, പഴയ കാലത്തും ഈ മൊണാസ്ട്രീസിലൊന്നും ഉപകരണങ്ങൾ ഉപയോഗിക്കാറില്ല. ഈ ഗ്രീക്ക് സഭ, റഷ്യൻ സഭരായാലും ഉപകരണങ്ങൾ ഉപയോഗിക്കില്ല, ഓക്കല്ല, ഹ്യൂമൻ വോയിസ് വെച്ചാണ്. അത് ഉപകരണങ്ങൾ പാടുന്ന പോലെ അവർ പാടുമെങ്കിലും ഉപയോഗിക്കാറില്ല. കാരണം കർത്താവ് ശിഷ്യന്മാരും പാടിയത് നാച്ചുറൽ വോയിസിൽ നിന്നുള്ള ഒരു ചിന്താഗതിയിലാണ്. അപ്പം കർത്താവ് പാട്ട് പാടി. അവിടെ കുർബാനയോട് കൂടി എന്ത് വേണം? മനോഹരമായിരിക്കുന്ന പാട്ട് വേണം. ഇനി കർത്താവിൻ്റെ കാലശേഷം എന്താ സംഭവിച്ചത്? ആദിമ നൂറ്റാണ്ടിൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു വർഷിപ്പ് എന്ന് പറയുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ്. യഹൂദന്മാരെ ഭയന്ന് ജനങ്ങൾ, ക്രിസ്ത്യൻസ് എന്ത് ചെയ്തു? ആരുടെയെങ്കിലും വീട്ടിൽ കൂടും. നമ്മുടെ സൗദി അറേബ്യയിലൊക്കെ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു. വീട്ടിൽ കൂടുകയും അപ്പം നുറുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡ്, അപ്പം നുറുക്കുകയും അത് അനുഭവിക്കുകയും മാത്രമല്ല, അതിനൊരു സിസ്റ്റം വന്നു. അവിടെ അന്ന് വേദപുസ്തകമില്ല, സ്ക്രിപ്ചറില്ല. അതിന് പകരം എന്തായിരിക്കും? വേദപുസ്തകം വന്നത് 4-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴാണ്. അതിന് മുമ്പ് എന്തായിരിക്കും? ഈ 1-ാം നൂറ്റാണ്ടിൽ എന്ത് വായിക്കും? എന്തെങ്കിലും ഒന്ന് വായിക്കണ്ടേ? വേദപുസ്തകം വായിക്കണ്ടേ? തോറ, പ്രവചന പുസ്തകങ്ങൾ, അതാണ് സ്ക്രിപ്റ്റേഴ്സ്. സ്ക്രിപ്റ്റേഴ്സ് വായിക്കും. പാട്ട്, അന്ന് പ്രത്യേക പാട്ടൊന്നും കമ്പോസ് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ആ പഴയ നിയമത്തിൽ അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളാണ് ആലപിച്ചിരുന്നത്. അതോടുകൂടി അപ്പം നുറുക്കുകയും നന്ദി പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരു സെക്ലൂർഡ് റിലീജിയനായി അന്ന് 4-ാം നൂറ്റാണ്ട് വരെ നിന്നു. എന്നാൽ 4-ാം നൂറ്റാണ്ടിൽ എന്താണ് സംഭവിച്ചത്? 4-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ശ്രീഹിമ നമസ്കാരത്തിൽ പറയുന്ന പോലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കൺവേർഷന് ശേഷമാണ് ക്രിസ്ത്യാനിറ്റി ഈ നട്ട്ഷെഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നത്, സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത്. അടച്ചുപൂട്ടിയിരുന്ന മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രേരക ശക്തിയായിരുന്നു കുസ്തന്തീനോസിൻ്റെ കൺവേർഷൻ. ആ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. 4-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് പ്രധാനമായും സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ്, ഒരു ഈറയാണ്. എന്താ അതിൻ്റെ കാരണം? മിലാൻ അതുണ്ടായി. അപ്പം അതിന് ശേഷമാണ് എഡിക്റ്റ് ഓഫ് മിലാനിലാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഇത് വന്നത്. 4-ാം നൂറ്റാണ്ടിൽ സഭയുടെ വിശ്വാസം ഉറപ്പിക്കാൻ സാധിച്ചു. അതുപോലെ സഭയുടെ സംഗീതം എന്നാണെന്നുള്ളത് ഉറപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ പല പല പഠിപ്പിക്കലുകൾ, പല വേദവിപരീതങ്ങൾ ഉണ്ടായപ്പോൾ അതിന് സത്യമായ വിശ്വാസം എന്താണെന്ന് കാണിക്കുവാൻ തക്കവണ്ണം എടുത്തതായ തീരുമാനങ്ങളെ ഉറപ്പിക്കാനായിട്ടായിരുന്നു നിക്കായിലെ സുന്നോദോസ് കൂടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. 4-ാം നൂറ്റാണ്ടിലാണ് സത്യവിശ്വാസത്തിൻ്റെ പിതാക്കന്മാരായി ബാക്ക് ബോൺസ് ആയിട്ട് നിന്നവരായ ആരായിരുന്നു? കപ്പദോക്യൻ പിതാക്കന്മാരുണ്ട് അല്ലേ? നിസായിലെ ഗ്രിഗോറിയോസ്, വലിയമാർ ബസേലിയോസ്, നാസിയാൻസിലെ അതുപോലെയുള്ള പിതാക്കന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാം. വിശുദ്ധനായ മാബൂവിലെ ഫീലിക്സിനോസിൻ്റെ എഴുത്തുകൾ, സിനോദോസിൽ സംബന്ധിച്ച പിതാക്കന്മാർ, ചർച്ച് ഫാദേഴ്സ് നമുക്കെല്ലാവരും. അപ്പം 4-ാം നൂറ്റാണ്ടിലാണ് ഇതിന് കുറ്റി തറപ്പിച്ചത്. ഈ കുറ്റിയിൽ നിന്നാണ് ശക്തമായിരിക്കുന്ന ഈ മരം
ഇങ്ങനെ മുകളിലേക്ക് വന്നത്. അതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗമാണ് സഭയുടെ ആരാധനയും സംഗീതവും. ആരാധനയില്ലാതെ ഒരു സഭയ്ക്ക് നിൽക്കാൻ പറ്റുകയില്ല. തിയോളജി മാത്രമല്ല, തിയോളജി എന്ന് പറയുന്നത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളതാണ്. പക്ഷേ ആരാധന എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ നന്ദിപ്രകടനമാണ് ദൈവത്തിന് മുമ്പിൽ. അത് ഏത് മതത്തിനും, ഹൈന്ദവ സമൂഹത്തിനും ഇസ്ലാമിനും എല്ലാം ഉള്ളത് ദൈവത്തിന് മുമ്പിൽ നമസ്കരിക്കുക. ഇസ്ലാം നമസ്കരിക്കും. ഹൈന്ദവ സഹോദരന്മാരെന്ത് ചെയ്യണം? അമ്പലങ്ങളിൽ പോയി കൂട്ടമായ ആരാധനയല്ല, മറ്റെന്താ ചെയ്യുന്നത്? അവർ ദൈവത്തിന് മുമ്പിൽ പോയി തൊഴും. ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഈറനണിഞ്ഞ് അവൻ പോയി ഒന്ന് തൊഴുകുമ്പോൾ എല്ലാവിധമായിരിക്കുന്ന ദൈവികമായ കൃപകളും അവൻ പ്രാപിച്ചാണ്. ചിലർ സാഷ്ടാംഗ പ്രണാമങ്ങൾ നടത്തി പോരുന്നു, അല്ലെങ്കിൽ അമ്പലത്തിന് ചുറ്റും നടക്കുന്നു, അവിടെ ദീപക്കാഴ്ചകൾ സമർപ്പിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ നേർച്ചകളുണ്ട്. ഒരു ഭക്തൻ്റെ, ഏകഭക്തൻ്റെ ഒരു ഭക്തിയും പ്രാർത്ഥനയുമാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതല്ല, ഗ്രൂപ്പായിട്ടാണ്, ഒരു സമൂഹത്തിൻ്റെ വികാരമാണ്. അതാണ് ലിറ്റർജി എന്ന് പറയുന്നത്. ലിറ്റർജി എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൻ്റെതായ നന്ദി പ്രകടനമാണ്. അതുകൊണ്ട് സമൂഹത്തിന് പാടുവാനുള്ള പാട്ടുകൾ പിൽക്കാലത്ത് വന്നതും അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്കും അല്ലെങ്കിൽ നമ്മുടെ പള്ളിപ്പാട്ടുമായിട്ട് എന്താ വ്യത്യാസം? കർണാട്ടിക് മ്യൂസിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭാവരാഗതാളം, ഭാവം, രാഗം, താളം, ഭാരതം, ഇത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഭാവം എന്ന് പറയുന്നത് ഒരു പാട്ട് പാടുമ്പോൾ ആ പാട്ടിൻ്റെ അർത്ഥത്തിലേക്ക് ലയിച്ചുകൊണ്ട് ഭാവം, ഇന്ന് പാടുന്ന ഭാവമായിരിക്കില്ല നാളെ പാടുന്നത്. അത് ഓരോ സംഗീതജ്ഞൻ്റെയും ഹൃദയത്തിൽ നിന്ന് വരുന്നതായ ഭാവം, അത് ഈ രാഗത്തിൽ ഉണ്ടോ, ആ രാഗത്തെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പാടുന്നത്. ഭാവം, രാഗം, താളം, ആദ്യ താളം. അപ്പോൾ ഇങ്ങനെ ഒരു സോളോ സിംഗിങ് ആണ്. രണ്ടുപേര് പാടിയ ഭാവം പോകും. ഇവിടെ കർണാട്ടിക് മ്യൂസിക്കിൽ 2 വയലിൻ വന്നാൽ തീർന്നു. ആ ഒറ്റ വയലിനിസ്റ്റാണ്, അവൻ്റെ ഭാവത്തിനനുസരിച്ചാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവത്തിനല്ല, ഏകഭക്തൻ്റെ ഇതല്ല. ഒരു സമൂഹം, ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏകമല്ല. ഇത് പുരാതന സഭകളുടെ ഒരു പ്രത്യേകത കൂടിയാണ്. എന്താ, നമ്മൾ പാടുമ്പോൾ ഒരു സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്താൽ പാടുക. അൻപുടയോനെ നിൻ വാതിൽ മുട്ടുന്നു ദാസൻ എന്നല്ല പറയുന്നത്. എന്നാൽ മറ്റുള്ള ഗീതങ്ങൾ, ക്രിസ്തീയ ഗീതങ്ങൾ പാടുമ്പോൾ റൂറലല്ല, സിംഗുലറാണ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ഞാനോ എൻ്റെ ഭാര്യയോ മക്കളോ ആരുമില്ല, തിരുക്കരത്താൽ വഹിച്ചു എന്നെ, ഞങ്ങളില്ല. അപ്പം അതൊക്കെ പിന്നീട് വന്നതാണ്, ഒരു റിഫോർമേഷന് ശേഷം വന്നതായ ഒരു പാടാനുള്ള പാട്ട്. എന്നാൽ പുരാതന കാലത്ത് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ പ്ലൂരലാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു സംഗീത ശാസ്ത്രം സഭയിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതാക്കന്മാർ രചിച്ചതായ സംഗീത ശൈലിയുടെ അതിൻ്റെ ആകത്തുകയാണ് നമ്മൾ ഇന്ന് ഈ ചവച്ചുകൊണ്ടിരിക്കുന്ന ഈ നല്ല ഭക്ഷണം. അന്ന് അവർ വേവിച്ച് വെച്ചിരിക്കുന്ന ഭക്ഷണം വിളമ്പി കൊടുത്ത് തലമുറകളിലേക്ക് കൊടുത്തുവെന്ന് നാം ഇന്നത് പകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വന്ന പിതാക്കന്മാരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വിശുദ്ധനായ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. എഫേസ്യർ 5:19 എന്താ പറയുന്നത്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും, 3 സംഗീതത്തിലെ 3 കാറ്റഗറിയാണ് സെയിൻറ്റ് പോൾ പറയുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഈ മനുഷ്യൻ എന്തോ ഒരു വലിയ ഒരു ബുദ്ധിമാനായിരുന്നു. സംഗീതത്തിന് ഇത്രയും 3 ഡിവിഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ച വലിയൊരു ദിവ്യനായ സ്കോളർലി ആയിട്ടുള്ള ടീച്ചിങ് ആയിരുന്നു സെയിൻറ്റ് പോളിൻ്റേത്. ഇങ്ങനൊരു നിർവചനം ആരും ലോകത്ത് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ ആരാധനയിൽ എന്ത് പാട്ടാണ് ഉപയോഗിക്കേണ്ടത്? സോളോ സിംഗിങ് ആണോ,
എന്ത് പാട്ട് ഉപയോഗിക്കേണ്ടതെന്ന് സെൻറ്റ് പോൾ പറയുന്നു. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് സങ്കീർത്തനം, അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ചാൻഡ്. 2 കീർത്തനം, ആത്മീയ കീർത്തനം, ഹിംസ്. ഗീതം, സോങ്. ഈ 3 കാറ്റഗറി എന്ന് പറയുന്നത് ചാൻഡ്, ഹിംസ് ആൻഡ് സോങ്സ്. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കേണ്ടുന്നതായ 3 വ്യത്യസ്തമായ കാറ്റഗറിയാണ് ഇത് 3 എന്ന് പറയാം.